2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിന് മികച്ച തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 13-ാം തീയതി ആരംഭിച്ച സീസൺ രണ്ടാഴ്ച പൂർത്തിയാകുമ്പോൾ ഭൂരിഭാഗം ടീമുകളും കുറഞ്ഞത് 2 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. സീസണിലെ ആദ്യ മത്സരത്തിൽ തോറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം മത്സരത്തിൽ വിജയവഴിയിലെത്തി. ഞായറാഴ്ച നടന്ന കളിയിൽ കരുത്തരായ ഈസ്റ്റ് ബംഗാളിനെയായിരുന്നു മഞ്ഞപ്പട വീഴ്ത്തിയത്. ആരാധകർ ആഗ്രഹിച്ച പ്രകടനമായിരുന്നു രണ്ടാം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റേത്. ഈ കളിയിൽ മിന്നിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സൂപ്പർ താരം ISL പുറത്തുവിട്ട രണ്ടാം മത്സരവാരത്തിലെ മികച്ച ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ISL ടീം ഓഫ് ദി മാച്ച് വീക്ക് 2 റിപ്പോർട്ടിലാണ് ഈ താരം ഇടം പിടിച്ചത്. FC ഗോവയുടെ ലക്ഷ്മികാന്ത് കട്ടിമണിയാണ് ISL രണ്ടാം വാരത്തിലെ മികച്ച ടീമിലെ ഗോൾ കീപ്പർ. കഴിഞ്ഞയാഴ്ച മുഹമ്മദൻ SCക്കെതിരെ നടന്ന മത്സരത്തിൽ 7 സേവുകളായിരുന്നു കട്ടിമണി നടത്തിയത്. മുഹമ്മദനിലെ വാൻലാൽ സ്റ്റുഡിഗയാണ് ടീമിന്റെ റൈറ്റ് ബാക്ക് സ്ഥാനത്ത്. ഗോവയ്ക്കെതിരെ നടന്ന കളിയിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തത്. ബംഗളൂരു FCക്കെതിരെ രാഹുൽ ബേക്കയാണ് ടീമിന്റെ സെന്റർ ബാക്ക് കളിക്കാരിൽ ഒരാൾ. ഹൈദരാബാദ് FCക്കെതിരെ നടന്ന കളിയിൽ മികച്ച പ്രകടനമായിരുന്നു താരത്തിൻ്റെത്. ഒരു ഗോളും നേടി. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന്റെ ദീപേന്ദു വിശ്വാസാണ് പോയ വാരത്തെ മികച്ച ISL ടീമിന്റെ മറ്റൊരു സെന്റർ ബാക്ക് താരം. റൈറ്റ് ബാക്ക് സ്ഥാനത്ത് മോഹൻ ബഗാന്റെ തന്നെ സുഭാശിഷ് ബോസ് ഇടം പിടിച്ചു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായ കളിയിൽ മികച്ച കളിയാണ് ഇരുവരും കെട്ടഴിച്ചത്. രണ്ടുപേരും ഈ കളിയിൽ നിന്ന് ഗോൾ നേടി എന്നതും ശ്രദ്ധേയമായിരുന്നു. പഞ്ചാബ് FCയുടെ മലയാളി താരം നിഹാൽ സുധീഷാണ് മികച്ച ടീമിന്റെ വലത് വിങ്ങിൽ കളിക്കുക. ഒഡീഷ FCക്കെതിരെ ഉജ്ജ്വല കളി കെട്ടഴിച്ച താരം ഒരു ഗോളും നേടിയിരുന്നു. ജംഷഡ്പൂർ FCയുടെ ഹാവി ഫെർണാണ്ടസ് ആണ് ഈ ടീമിലെ CM. മുംബൈ സിറ്റിക്കെതിരെ ജംഷഡ്പൂർ FC കിടിലൻ ജയം നേടുമ്പോൾ 2 ഗോളുകളുമായി ഹാവി മിന്നിയിരുന്നു. മുഹമ്മദൻ SCയുടെ അലക്സിസ് ഗോമസ് ആണ് മറ്റൊരു CM. FC ഗോവയ്ക്കെതിരെയായിരുന്നു ഈ വിദേശ താരത്തിന്റെ കിടിലൻ പ്രകടനം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ താരം നോഹ സദയിയാണ് ISL രണ്ടാം ആഴ്ചയിലെ മികച്ച ടീമിന്റെ ലെഫ്റ്റ് വിങ്ങർ. ഈ ടീമിൽ ഇടം പിടിച്ച ഏക ബ്ലാസ്റ്റേഴ്സ് താരവുമാണ് അദ്ദേഹം. ഈസ്റ്റ് ബംഗാളിനെതിരെ കൊച്ചിയിൽ നടന്ന കളിയിൽ ഒരു കിടിലൻ ഗോൾ താരത്തിന്റെ വകയായി ഉണ്ടായിരുന്നു. നേരത്തെ ആദ്യ കളിയിലും ശ്രദ്ധേയ പ്രകടനമായിരുന്നു നോഹ സദയുടേത്. നോഹ സദയെ 2 വർഷത്തെ കരാറിലാണ് മഞ്ഞപ്പട ക്ലബിലെത്തിച്ചത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അലാദിൻ അജാറയാണ് പോയ വാരത്തെ മികച്ച ISL ടീമിന്റെ മുന്നേറ്റത്തിൽ. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന് എതിരായ കളിയിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും താരത്തിന്റെ വകയായി ഉണ്ടായിരുന്നു. സുനിൽ ഛേത്രിയാണ് ഈ ടീമിന്റെ ക്യാപ്റ്റൻ. ഹൈദരാബാദ് FCക്കെതിരായ കളിയിൽ ഇരട്ട ഗോളുകൾ അദ്ദേഹത്തിന്റെ ബൂട്ടിൽ നിന്ന് പിറന്നിരുന്നു.